നമസ്കാരം, എൻ്റെ പേര് മനു. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്സ് ഓഫ് കമ്പ്യൂട്ടറിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ DHCP സെർവറിനെ കുറിച്ചും ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറിനെ കുറിച്ചും കമ്പ്യൂട്ടർ എന്താണെന്നുള്ളതിനെ കുറിച്ചും എല്ലാം ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്സ് ഓഫ് കമ്പ്യൂട്ടറിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലുള്ള ബെൽ ഐക്കണുകൾ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഓക്കെ, പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എന്താണ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. എ കംപ്ലീറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് മെയിൻലി 3 പാർട്സ്. 3 പാർട്സ് ആയിട്ടാണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം നമുക്കുള്ളത്. ഒന്ന് ഹാർഡ്വെയർ, ഒന്ന് സോഫ്റ്റ്വെയർ, പിന്നെ ഒന്ന് ഡേറ്റ. ഹാർഡ്വെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ്. അതായത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിയ എല്ലാം ഹാർഡ്വെയറാണ്. അതായത് മൗസ്, കീബോർഡ്, കമ്പ്യൂട്ടർ മോണിറ്റർ, CPU, ഇതെല്ലാം ഹാർഡ്വെയറാണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പ്രോഗ്രാമാണ്. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, അത് റൺ ചെയ്യാൻ വേണ്ടി. എങ്കിലേ ഓരോ ആപ്ലിക്കേഷനും ഓരോ സോഫ്റ്റ്വെയർ റൺ ചെയ്യത്തുള്ളൂ. അതാണ് സോഫ്റ്റ്വെയർ. ഡേറ്റ എന്ന് പറയുന്നത് ഇൻഫർമേഷനാണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ കൂടെ പാസ് ചെയ്യുന്ന മറ്റൊരാൾക്ക് പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് കൊടുക്കുന്ന ഡേറ്റ, അതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി ഓരോന്നും വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തെ സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് മേക്സ് ദ കമ്പ്യൂട്ടർ പെർഫോം ടാസ്ക്. ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് സോഫ്റ്റ്വെയർ ടെൽസ് ദ കമ്പ്യൂട്ടർ വാട്ട് ടു ഡു. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. നമ്മളെ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. നിങ്ങൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുതന്നെയാണ് സോഫ്റ്റ്വെയർ. ഇപ്പം നമ്മളൊരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടറിന് ഒരു OS വേണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ്, ലിനക്സ്, ഇപ്പം നമ്മുടെ ഫോണിലുള്ള പോലെ ആൻഡ്രോയിഡ്, അങ്ങനെയുള്ളത്. ഇപ്പം പിന്നെ ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. സോഫ്റ്റ്വെയർ എന്ന് എന്താണെന്ന് മനസ്സിലാക്കുക. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ മേക്ക് ദ കമ്പ്യൂട്ടർ പെർഫോം ടാസ്ക്. സോഫ്റ്റ്വെയർ ആണ് ഒരു കമ്പ്യൂട്ടറിനോട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ: സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് നമുക്ക് നോക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ those software which are used to provide interface between user and hardware is known as system software. അതായത് യൂസറും കമ്പ്യൂട്ടറും ആയിട്ടുള്ള ഒരു കണക്ഷൻസ് വരുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിലാണ്. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇപ്പോൾ വിൻഡോസ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ ഈ ലാപ്ടോപ്പ് വർക്കാവില്ല, അല്ലെങ്കിൽ ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ ഒരു സിസ്റ്റം വർക്കാവത്തില്ല. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് വേണ്ടത് ബേസിക് ആയിട്ടുള്ള ഒരു ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നുള്ളതാണ്. ആ മെയിൻ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അതിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ദോസ് സോഫ്റ്റ്വെയർ വിച്ച് ആർ യൂസ്ഡ് ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക് ഈസ് നോൺ ആസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു സോഫ്റ്റ്വെയർ ഒരു പ്രത്യേക ഒരു ടാസ്കിന് വേണ്ടി മാത്രം പെർഫോം ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇപ്പം നമ്മുടെ ഫോണിലുള്ള പോലെ ഓരോ ആപ്ലിക്കേഷൻസിൽ വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, അതുപോലെ സിസ്റ്റത്തിൽ അഡോബി ഫ്ലാഷ് പ്ലെയർ, ആൻറ്റിവൈറസ്, അങ്ങനെ ഓരോ ആൻറ്റിവൈറസ് ആണെങ്കിൽ വൈറസിന് ക്ലീൻ ചെയ്യാൻ, ഫ്ലാഷ് പ്ലെയർ ആണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് ആണെങ്കിൽ ഓഫീസ് ടൂൾസ്, വിൻഡോസ്, വേർഡ് പ്രസ്, എക്സൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണം. അതൊക്കെ പ്രത്യേക ഇതിന് വേണ്ടിയാണ്, ഓരോരോ ടാസ്കിന് വേണ്ടിയാണ് ആ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അടുത്തത് എന്താണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. ദോസ് സോഫ്റ്റ്വെയർ വിച്ച് ആർ യൂസ്ഡ് ആസ് ഹെൽപ്പിംഗ് ടൂൾ ഫോർ അവർ കൺവീനിയൻസ് ഈസ് നോൺ ആസ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അതായത് ഈ ആൻറ്റിവൈറസ്, 360 ആൻറ്റിവൈറസ്, ഓരോ ബ്രൗസേഴ്സ്, അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ആൻറ്റിവൈറസ് എക്സാമ്പിൾ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്കൊരു പ്രത്യേക ടാസ്ക്, ഇപ്പോൾ ഒരു കാൽക്കുലേറ്റർ ഒരു ആപ്ലിക്കേഷൻ, ഒരു കാൽക്കുലേറ്റർ എന്നുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് വേറെന്താ, വേർഡ് എന്നുള്ളൊരു മൈക്രോസോഫ്റ്റ് ഓഫീസിലെ വേർഡ് എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഓരോ ടാസ്കിന് വേണ്ടി ഓരോ സോഫ്റ്റ്വെയർ, അതാണ് ആപ്ലിക്കേഷൻ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ, അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ്, ലിനക്സ്, മാക് OS. ഓക്കെ, അടുത്ത് നോക്കാം.
അടുത്ത അതർ സോഫ്റ്റ്വെയർ, വേറെ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണുള്ളത് നോക്കാം. ഫ്രീവെയർ സോഫ്റ്റ്വെയർ. ഫ്രീവെയർ സോഫ്റ്റ്വെയർ ഈസ് ഓൾവേസ് അവൈലബിൾ വിത്തൗട്ട് എനി കോസ്റ്റ്. ഒരു കോസ്റ്റും ഇല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഫ്രീവെയർ സോഫ്റ്റ്വെയർ. ആ പേരിൽ തന്നെയുണ്ട് ഫ്രീ. എനി യൂസർ ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രം ദ ഇന്റർനെറ്റ് വിത്തൗട്ട് ഇറ്റ് പേയിങ് എനി ഫീ. ഒരു പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ല, അതാണ് ഫ്രീവെയർ സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ അഡോബി റീഡർ. അഡോബി റീഡർ ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. എന്തിനാണെന്ന് ചോദിച്ചാൽ PDF വ്യൂ ചെയ്യാനും റീഡ് ചെയ്യാനും അതിനകത്ത് എന്തെങ്കിലും ഫൈൻഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയുള്ളതാണ് അഡോബി റീഡർ എന്നുള്ളത്. അടുത്ത ഷെയർവെയർ സോഫ്റ്റ്വെയർ. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഫ്രീലി ഡിസ്ട്രിബ്യൂട്ടഡ് ടു യൂസേഴ്സ് ഓൺ എ ട്രയൽ ബേസ്. ഒരു ട്രയൽ ബേസിൽ യൂസേഴ്സിന് ഫ്രീ ആയിട്ട് കുറച്ച് നാൾ കിട്ടും. ഇറ്റ് യൂഷ്വലി കംസ് വിത്ത് എ ടൈം ലിമിറ്റ്. ഒരു ടൈം ലിമിറ്റ് ആണ്, 30 ദിവസം, 7 ഡേ ഫ്രീ ട്രയൽ ട്രൈ ചെയ്യും, 30 ഡേ ഫ്രീ ട്രയൽ ട്രൈ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ വിൻഡോസ് സ്റ്റോറിൽ കാണത്തില്ലേ, അതാണ് ഈ ഷെയർവെയർ സോഫ്റ്റ്വെയർ. ആ ടൈം എക്സ്പയർ ആയി കഴിഞ്ഞാൽ നമുക്ക് അവർ പേ ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ വിൻസിപ്പ്. മൂന്നാമത്തെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ദിസ് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആർ അവൈലബിൾ ടു യൂസേഴ്സ് വിത്ത് ദ സോഴ്സ് കോഡ്. യൂസേഴ്സിന് ഒരു സോഴ്സ് കോഡ് കിട്ടും, വിച്ച് മീൻസ് ദ യൂസർ ക്യാൻ ഫ്രീലി ഡിസ്ട്രിബ്യൂട്ട് ആൻഡ് മോഡിഫൈ ദ സോഫ്റ്റ്വെയർ. അതായത് ഇപ്പം നമുക്കൊരു മൈക്രോസോഫ്റ്റ് വേർഡ് പോലത്തെ ഒരു സോഫ്റ്റ്വെയർ കിട്ടുകയെന്ന് പറഞ്ഞു, നമുക്ക് അതിൻ്റെ കോഡ്, അതായത് ആ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിരിക്കുന്ന കോഡ് ഫ്രീ ആയിരിക്കും. അപ്പം നമുക്കത് മോഡിഫൈ ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിരിക്കും, ആർക്കും എന്തും ചെയ്യാം. അതിൻ്റെ എക്സാമ്പിളാണ് ലിനക്സ് OS. ഈ ലിനക്സ് OSലാണ് ഒത്തിരി ഹാക്കിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നത്. വിൻഡോസിൽ അതില്ല. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വിൻഡോസിലുണ്ട്, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അതായത് നമുക്ക് ആ സോഫ്റ്റ്വെയർ നമുക്ക് മേടിക്കുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എഡിറ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അടുത്ത proprietary software. Proprietary software is a software that is copyrighted and where limits against use. Proprietary software എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ അത് കോപ്പിറൈറ്റ് ആയിരിക്കും, അതായത് അതിൻ്റെ അവകാശം ഒരാൾക്ക് മാത്രമേ ഉള്ളായിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ദാറ്റ് ഇമ്പോസ്ഡ് ബൈ പബ്ലിഷർ ഒരു ഡെവലപ്പർ. അതായത് ഡെവലപ്പ് ചെയ്താൽ പബ്ലിഷ് ചെയ്താൽ ആർക്കെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ മോഡിഫിക്കേഷൻ, അതായത് അതിൻ്റെ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുള്ളൂ. അതായത് MS ഓഫീസ് പോലെ വേറെ ഒന്നും MS ഓഫീസിന് പകരം വേറെ ഉണ്ടെങ്കിൽ അത് വേറെ ആയിട്ട് നമുക്കത് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് MS ഓഫീസിൻ്റെ പേരിൽ നമുക്കത് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. അത് കോപ്പിറൈറ്റഡ് ആണ്. കാരണം ഒരു ഓണറോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഓർഗനൈസേഷനോ അതാണ് കൺട്രോൾ ചെയ്യുന്നത്. നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഓപ്പൺ സോഴ്സും അല്ല. അപ്പോൾ ഇതാണ് ബാക്കി 4 ടൈപ്പ് സോഫ്റ്റ്വെയർ. ഒന്ന് ഫ്രീവെയർ, ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഷെയർവെയർ കുറച്ച് ലിമിറ്റഡ് പീരിയഡ് ട്രയലായിട്ട് കിട്ടും, പിന്നെ പൈസ പേ ചെയ്യണം. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യും, മോഡിഫൈ ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രോപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റഡ് ആണ്. രണ്ടാമത്താണ് ഹാർഡ്വെയർ. എ മെക്കാനിക്കൽ ഡിവൈസ് ദാറ്റ് മേക്ക് അപ്പ് ദ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ഹാർഡ്വെയർ. കുറേ ഡിവൈസുകൾ നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ കീബോർഡ്, മൗസ്, സ്പീക്കർ, ജോയ്സ്റ്റിക്ക്, അങ്ങനെ വെബ് ക്യാം, അതെല്ലാം ഹാർഡ്വെയറിൽ പെടുന്നതാണ്. പ്രിൻ്റർ. എ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കൺസിസ്റ്റ് ഓഫ് ഇന്റർകണക്റ്റഡ് ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് യു ക്യാൻ യൂസ് ടു കൺട്രോൾ ദ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ. കമ്പ്യൂട്ടർ ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇന്റർകണക്റ്റഡ് ഒരു സിസ്റ്റമാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെല്ലാം ഹാർഡ്വെയർ ഉണ്ട്. നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിയതെല്ലാം ഹാർഡ്വെയർ ആണ്. അസംബിളിങ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത്? വി ഹാവ് 2 ഓപ്ഷൻ ടു അസംബിൾ എ കമ്പ്യൂട്ടർ. ഒരു PC, ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിന് അസംബിൾ ചെയ്യാൻ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, വി ക്യാൻ അസംബിൾ എ കമ്പ്യൂട്ടർ സിസ്റ്റം വിത്ത് സെയിം ബ്രാൻഡ് കമ്പോണൻസ്. ഒന്നെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിൽ, ഇപ്പോൾ വിൻഡോസ് സിസ്റ്റം എന്ന് ഓർത്തു, അല്ലെങ്കിൽ ഇപ്പം HP ലാപ്ടോപ്പിൻ്റെ സെയിം കമ്പോണൻസ്, അതായത് മദർ ബോർഡ്, CPU, ബാറ്ററി, സെയിം കമ്പോണൻസ് വെച്ച് നമുക്കൊരു PC അസംബിൾ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുക, അസംബിൾ ചെയ്യാൻ പറ്റും. ഓൾസോ വിത്ത് ഡിഫറെൻറ്റ് ബ്രാൻഡ് ഓഫ് പെരിഫറൽസ്. അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഡിവൈസ് വെച്ചിട്ട് നമുക്ക് അസംബിൾ ചെയ്യാം, അല്ലെങ്കിൽ സെയിം ബ്രാൻഡ് ഡിവൈസ് വെച്ച് നമുക്ക് അസംബിൾ ചെയ്യാം കമ്പ്യൂട്ടറിനെ. അടുത്ത ടൈപ്സ് ഓഫ് ഹാർഡ്വെയർ ഡിവൈസസിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും വരുന്നുണ്ട്. ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ എടുക്കുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ദോസ് ഡിവൈസ് വിച്ച് ആർ യൂസ് ടു ഗിവ് ദ ഇൻപുട്ട് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഓൾസോ നോൺ ആസ് ഇൻപുട്ട് ഡിവൈസ്.
നമ്മുടെ കമ്പ്യൂട്ടർ ഇൻപുട്ട് കൊടുക്കുന്ന ഡിവൈസാണ് ഇൻപുട്ട് ഡിവൈസ്. മൗസ് ഇൻപുട്ടാണ്. കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോഴാണ് കമ്പ്യൂട്ടറിലോട്ട് പോകുന്നത്, അത് ഇൻപുട്ടാണ്. അത് ഇൻപുട്ട് ഡിവൈസാണ്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് ഏതൊക്കെ വരും. പ്രിൻ്ററുണ്ട്, മോണിറ്റർ, ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്ന നമ്മൾ ഔട്ട്പുട്ട്. അപ്പോൾ അതെല്ലാം ഔട്ട്പുട്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ദോസ് ഡിവൈസ് വിച്ച് ആർ യൂസ് ടു മേക്ക് ഔട്ട്പുട്ട് ആസ് റിസൾട്ട് ഇൻ അവർ ഇൻപുട്ട് കമ്പ്യൂട്ടർ സിസ്റ്റം നോൺ ആസ് ഔട്ട്പുട്ട് ഡിവൈസ്. ഇപ്പോൾ ഇൻപുട്ട് ഡിവൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കീബോർഡ് ഉണ്ട്. ഇപ്പോൾ ഓരോന്നിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, ട്രാക്ക് ബോൾ. കീബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. മൗസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ചെയ്യാൻ വേണ്ടി. ട്രാക്ക് ബോൾ എന്ന് പറഞ്ഞാൽ ഗെയിം പർപ്പസിലും യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ജോയ്സ്റ്റിക്ക് അത് തന്നെയാണ്. ഗ്രാഫിക്സ് ടാബ്ലറ്റ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. ഗെയിം കൺട്രോളർ, ടച്ച് സ്ക്രീന് ടച്ച് ചെയ്യാൻ പറ്റും. ഫോണ് അല്ലെങ്കിൽ ആ ടച്ച് സ്ക്രീൻ ടച്ച് ചെയ്യുമ്പോൾ അത് ഔട്ട്പുട്ട് അല്ല, ഇൻപുട്ടാണ്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണ് ടച്ച് ചെയ്ത്. വെബ് ക്യാം അത് ഇൻപുട്ടാണ്. വെബ് ക്യാമിൽ കൂടെ ഫോട്ടോ നമ്മുടെ സിസ്റ്റത്തിലോട്ടാണ് പോകുന്നത്, അപ്പോൾ അത് ഇൻപുട്ടാണ്. വെബ് ക്യാം വെളിയിലാണ്, അകത്തല്ല, സിസ്റ്റത്തിൻ്റെ വെളിയിലാണ്. മൈക്രോഫോൺ നമ്മളിപ്പോൾ സംസാരിക്കുന്ന മൈക്ക്, അത് ഓഡിയോ പോകുന്നു. ഓഡിയോ ഇലക്ട്രിക് സിഗ്നലായിട്ട് സിസ്റ്റത്തിൻ്റെ അകത്തോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് ഇൻപുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് മോണിറ്റർ. നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്, നമ്മുടെ റിസൾട്ട് എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നത് മോണിറ്ററിലാണ്. പ്രിൻ്റർ നമുക്ക് ഹാർഡ് കോപ്പി എടുക്കാൻ വേണ്ടി സിസ്റ്റത്തിന് പ്രിൻ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പേപ്പർ പ്രിൻ്റ് ചെയ്ത് കിട്ടുന്ന പ്രിൻ്റർ. ഓഡിയോ സ്പീക്കർ എന്ന് പറയുമ്പോൾ സ്പീക്കർ നമുക്ക് ഓഡിയോ കേൾക്കാൻ പറ്റിയത്, നമുക്ക് ഓഡിയോ കേൾക്കാൻ പറ്റിയത് ഔട്ട്പുട്ട് ഡിവൈസ്. അതാണ് ഓഡിയോ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഓഡിയോ കേൾക്കാൻ പറ്റിയ സ്പീക്കർ. ഹെഡ്ഫോണ്, പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്ടർ, അതായത് ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. അതായത് സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള മറ്റേ VGA കേബിൾ വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കുന്നതാണ് പ്രൊജക്ടർ എന്ന് പറയുന്നത്. അതൊരു ഔട്ട്പുട്ട് ഡിവൈസാണ്. സൗണ്ട് കാർഡ്, വീഡിയോ കാർഡ്, ഓരോന്നിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് നൈറ്റ്.